ഹേ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നും സത്യം പറഞ്ഞാൽ വിചാരിക്കും രാവിലെ എണീക്കുമ്പോൾ കുറച്ച് വീഡിയോസൊക്കെ എടുക്കണം, എന്നിട്ട് എഡിറ്റ് ചെയ്യണം, ഡേ ഇൻ മൈ ലൈഫാക്കി പോസ്റ്റ് ചെയ്യണം എന്നൊക്കെ വിചാരിക്കും. പക്ഷേ എനിക്ക് ഭയങ്കര മടിയാണ്. അത് കാരണം ഞാൻ ആ പരിപാടിക്കേ നിൽക്കാറില്ല. ഇന്നിപ്പോൾ സത്യം പറഞ്ഞാൽ ഇവിടെ വന്നതിന് ശേഷം രാവിലെ എണീക്കാനേ തോന്നാറില്ല. അത് വേറെ കാര്യം. കാരണം അത്രയും തണുപ്പായ കാരണം നമുക്ക് പുതപ്പിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് എണീച്ച് വരാൻ തോന്നില്ല. എന്നിട്ട് ഏകദേശം ഒരു 9 മണി 9:15 അപ്പോൾ എണീറ്റു. പിന്നെ വേഗം ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി. അത് കഴിഞ്ഞ് ഏട്ടൻ അതൊക്കെ കഴിച്ചിട്ട് പോയി. പിന്നെ അത് ഞാൻ വേഗം ഇവരുടെ വിസിലടി കേട്ടപ്പോൾ താഴേക്ക് പോയിട്ടോ. കാരണം വേസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേസ്റ്റ് കെട്ടി വെച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഇവിടെ വിസിലടി കേട്ടപ്പോൾ ഞാൻ വേഗം പോയിട്ട് വേസ്റ്റ് കെട്ടി താഴെ കൊണ്ടുവച്ചു. ഇവർ എപ്പോൾ വരുന്നതും കാണൂല, അല്ലെങ്കിൽ അവർ വിസിലടിക്കുന്നത് ഞാൻ കേൾക്കാറില്ല. അപ്പോൾ ഞാൻ എപ്പോഴും ബാൽക്കണിയിൽ പോയി നോക്കാറ്. അങ്ങനെ അതൊക്കെ താഴെ കൊണ്ട് കൊടുത്തു. പിന്നെ ഞങ്ങൾ ഒറ്റയ്ക്കല്ല, ഏട്ടൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ചായ കുടിക്കലൊക്കെ ഇവിടെ ബാൽക്കണിയിൽ ഇട്ടിട്ടാട്ടോ. കാരണം അകത്തിരിക്കുമ്പോൾ ഇവൾ പിന്നെ ഫോണോ ടാബോ വല്ലതും കാണും. അപ്പോൾ പിന്നെ വേഗം കഴിക്കില്ല. പിന്നെ ബാൽക്കണിയിലാകുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞ് അവളൊന്ന് അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടി അങ്ങനെ ഉഷാറായിട്ടാണ് കഴിക്കാറ്. ആളെല്ലാ ഫുഡും കഴിക്കട്ടെ, അങ്ങനെയൊന്നും കഴിക്കാനൊന്നുമില്ല. പിന്നെ ഞാൻ എന്തിനോ അകത്ത് പോയപ്പോൾ ആളകത്ത് വലിയൊരു പണി ഒപ്പിച്ചിട്ടാണ് ഒന്നും അറിയാത്ത പോലെ അവിടെ വന്ന് ബാൽക്കണിയിൽ ഇരിക്കുന്നത്. ഇതൊക്കെയാണ് ആളുടെ പണി. കണ്ണ് തെറ്റിയാൽ ഇതിപ്പോൾ വാഷ് ബേസിലെ വെള്ളം ഫുള്ള് തുറന്നിട്ടു, പക്ഷേ അതിൻ്റെ ഉള്ളിൽ വെള്ളം പോണ ആ ഹോള് എന്തോ അടഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ. അത് കാരണം ആ വെള്ളമൊക്കെ പുറത്തേക്ക് ഒലിച്ചു. എന്നിട്ടിപ്പോൾ അത് അവൾ തന്നെയാട്ടോ അതൊക്കെ ക്ലീൻ ചെയ്യുന്നത്. ഞാൻ ക്ലീൻ ചെയ്യാൻ പറഞ്ഞതല്ല, അവൾക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ്. വെള്ളത്തിൽ കളിക്കാറ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ്. അതെന്താണാവും, വെള്ളം കണ്ട കുട്ടി അപ്പോൾ വെള്ളത്തേക്ക് ചാടും. അങ്ങനത്തെ ഒരു സ്വഭാവമുള്ള ആളാണ്. കാരണം വെള്ളത്തിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഇങ്ങനത്തെ പരിപാടിയാണ് ഒപ്പിച്ച് വെക്കലാൾ. അല്ലാണ്ട് ആളെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടോ ഒന്നുമില്ല. പിന്നെ അങ്ങനെ ഓരോന്നും വലിച്ചിടും, അങ്ങനത്തെ പരിപാടി. പിന്നെ ഇവിടെ ആകുമ്പോൾ ഞാൻ അങ്ങനെ വിചാരിക്കും, ഞാനും ഇവളും ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, വേറെ ആരും വരാനും ഇല്ല, ആരും ഇവിടുന്ന് പോകാനും ഇല്ല. അപ്പോൾ പണികളൊക്കെ ആക്കം പോലെ ചെയ്താൽ മതിയല്ലോ വിചാരിക്കും. പക്ഷെ എനിക്കിങ്ങനെ നീറ്റായി കിടക്കണതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ എൻ്റെ വീട്ടിലായാലും എനിക്കൊരു അനിയത്തിയുണ്ട്. ഞാനും അവളും കൂടി പണിയെടുക്കുമ്പോൾ എല്ലാ സ്വാഭാവികമായിട്ടും എല്ലാ പെൺകുട്ടികളുടെ വീട്ടിലെ പോലെ തന്നെ ഈ അതെടുക്കുക ഞാൻ അതെടുക്കുക, ഈ പാത്രം കഴുകുക ഞാൻ മുറ്റടിക്കുക, അങ്ങനത്തെ പരിപാടി ഉണ്ടല്ലോ. പിന്നെ കല്യാണം കഴിഞ്ഞ് ഞാൻ പോയി, എന്നാൽ കൂടി ഞാൻ എൻ്റെ വീട്ടിൽ വരുമ്പോൾ ഇപ്പോഴും അവളായിട്ട് അങ്ങനെ തന്നെ കേട്ടോ. അപ്പോൾ പണ്ട് മുതലേ എൻ്റെ വീട്ടിലായാലും ഞാൻ അടിച്ചോരി വൃത്തിയാക്കി ക്ലീൻ ചെയ്യാൻ നിൽക്കും, അവൾ തിരുമ്പാൻ നിൽക്കും. ഞാൻ പാത്രം കഴുകുകയാണെങ്കിൽ അവൾ മുറ്റടിക്കുക. അങ്ങനെ അവൾക്ക് പിന്നെ അങ്ങനെ അടിച്ചോരി ക്ലീൻ ചെയ്യുന്ന പരിപാടി വലിയ ഇഷ്ടമല്ല. കാരണം ഓരോന്നെടുത്ത് അതായത് സ്ഥാനത്ത് വെച്ച് അത് പെറുക്കി ഇത് പെറുക്കി അതൊന്നും നോക്കുക വലിയ ഇഷ്ടമല്ല. അപ്പോൾ വേഗം തിരുമ്പാൻ നിൽക്കും. എനിക്കാണെങ്കിൽ തിരുമ്പണത് വലിയ ഇഷ്ടമല്ല. പണ്ടൊക്കെ പറഞ്ഞാൽ കല്ലായാലും അവൾ അങ്ങനെ തന്നെ പറയും, ഞാൻ തിരുമ്പിക്കോണമെന്ന്. ഇപ്പോൾ പിന്നെ വാഷിംഗ് മെഷീനായ കാരണം വലിയ കുഴപ്പമില്ല. അങ്ങനെ പിന്നെ ഞാൻ പാത്രം കഴുകും, പിന്നെ അവൾ മുറ്റടിക്കും. അങ്ങനെ പിന്നെ വീട്ടിലായാലും നല്ല രസമാണ്. അമ്മ പറയും, നിങ്ങൾ രണ്ടാളും കൂടി ഇവിടെ ഉണ്ടായാലും എൻ്റെ പണി നടക്കാത്തതെന്ന് പറയും അമ്മ. അമ്മ ഒറ്റയ്ക്കാണെങ്കിൽ ഇതൊക്കെ വേഗം കഴിയുമായിരുന്നു, പക്ഷേ ഞങ്ങൾ രണ്ടാളുണ്ടാകുമ്പോൾ ഒരു പണിയും കഴിയില്ല എന്ന് പറയും അമ്മ. പിന്നെ കുറേ നേരം ഇരുന്ന് ഇങ്ങനെ സംസാരിച്ച് പിന്നെ ഞാൻ അവളുടെ തലയിൽ വെളിച്ചെണ്ണ തേച്ച് കൊടുത്ത്, അവൾ എൻ്റെ തലയിൽ വെളിച്ചെണ്ണ തേച്ച് കൊടുത്ത് കുറച്ച് നേരം പേനൊക്കെ നോക്കി അങ്ങനെയൊക്കെ ഇങ്ങനെ ആകും പോലെ പണി കഴിക്കുള്ളൂ. ഇനിയിപ്പോൾ എത്ര നേരത്തെ പണി കഴിഞ്ഞാലും രണ്ടാളെ കുളി നടക്കില്ല. കാരണം എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര മടിയാണ് കുളിക്കാൻ. ഞാൻ മേല് കഴുകും, തല നനച്ച് കുളിക്കാൻ എനിക്ക് ഭയങ്കര മടിയാണ്. പിന്നെ രാവിലെ കുളിക്കുന്ന പരിപാടിയെ എനിക്കിഷ്ടമല്ല. ഞാൻ കല്യാണം കഴിഞ്ഞപ്പോൾ എന്നും ഡെയിലി കുളിച്ചിട്ടാണ് താഴേക്ക് ഇറങ്ങി വരില്ല ഏട്ടൻ്റെ വീട്ടിൽ. ഏട്ടൻ്റെ വീട്ടിലാകുമ്പോൾ കുളിയൊക്കെ വേഗം കഴിയൂട്ടാ. പക്ഷേ എൻ്റെ വീട്ടിലാകുമ്പോൾ ഇപ്പോഴും എൻ്റെ വീട്ടിൽ പോയാലും ഞാൻ 3 മണി അല്ലെങ്കിൽ 2 മണി 4 മണിയാവും കുളിക്കാൻ. അതെന്താണെന്ന് എനിക്കറിയില്ല. എൻ്റെ വല്യമ്മയുടെ മക്കളൊക്കെ ഇങ്ങനെ തന്നെ കേട്ടോ. അപ്പോൾ ഞങ്ങൾ പറയും ചെയ്യും, ഒരു കുടുംബത്തിലുള്ള എല്ലാവരും ഇങ്ങനെ തന്നെയെന്ന് പറയും ചെയ്യും. അങ്ങനെ വേഗം ബെഡൊക്കെ വിരിച്ചിട്ട്, ഇത് കല്യാണിൻ്റെ ബൊമ്മക്കുട്ടികളാട്ടാ. ഇത് നടുക്കിരിക്കുന്നത് പിങ്കി, അതിൻ്റെ ലെഫ്റ്റ് ഇരിക്കുന്നത് പിങ്കിൻ്റെ മോള്, അങ്ങനെയാണ് അവൾ പറയാറ്. പിന്നെ ആ പെൻഗിന് ഏട്ടൻ്റെ ഫ്രണ്ട്സ് ഇവിടെ വന്നപ്പോൾ അവൾക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. പിന്നെ റൂമിൻ്റെ അപ്പുറത്തേക്ക് ഒരു ബാൽക്കണി ഉണ്ട് കേട്ടോ. ആ ബാൽക്കണീൻ്റെ അവിടെയാണ് ഞാൻ ഡ്രസ്സൊക്കെ ഒലുമ്പി തോരടൽ. പിന്നെ ഞാൻ വേഗം കുറച്ച് പാത്രം കഴുകാനുള്ളതൊക്കെ കഴുകി വെച്ചു. പിന്നെ ചോറ് വെച്ചിട്ടില്ല, കാരണം ഇന്നലെ കുറച്ച് ചോറ് ബാക്കിയുണ്ടായിരുന്നു, അത് ഞാൻ തിളപ്പിച്ചിട്ടെന്ന് വിചാരിച്ചു. പിന്നെ രാവിലത്തെ കുറച്ച് പാല് ബാക്കിയുണ്ട്. ഇവിടെ ഫ്രിഡ്ജില്ലാത്ത കാരണം പാല് ഞാൻ തിളപ്പിച്ച് വെക്കും, അല്ലെങ്കിൽ അത് കേടാവില്ല വൈകുന്നേരം ആകുമ്പോഴേക്കും. അങ്ങനെ അപ്പോൾ പിന്നെ അതൊക്കെ കഴിഞ്ഞു. വേഗം അടുക്കളയൊക്കെ നീറ്റാക്കി. വേഗം ക്ലീൻ ചെയ്യുമ്പോൾ അടുക്കളയാണ് ഞാൻ ആദ്യം നീറ്റാക്കിയിടാം. പിന്നെ ഇവിടെ തുടയ്ക്കണം എന്ന് പറഞ്ഞാൽ ഡെയിലി തുടയ്ക്കണം എന്നുള്ളത് നിർബന്ധമാണ്. കാരണം ഈ ടാറ്റ സ്റ്റീലിൻ്റെ നഗരം എന്നാണ് ഈ ജാർഖണ്ഡ് അറിയപ്പെടുന്നത്. അപ്പോൾ നല്ല കറുത്ത ഒരു ഐറ്റം പൊടിയാണ് പൊല്യൂഷനായിട്ട് വരിക. അപ്പോൾ ഇവിടെ ഡെയിലി തുടച്ചില്ലെങ്കിൽ ആകെ അത് വെള്ള ടൈലും അല്ല, വേഗം അറിയാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, പണി കഴിഞ്ഞു. ഇപ്പോൾ ഏകദേശം 2:30 അല്ല 1:45 2 മണി സമയമായി. ഇപ്പോഴും വെളിച്ചെണ്ണയുടെ അവസ്ഥ കണ്ടോ, ഇത്ര പോലും ലൂസായിട്ടില്ല. കാരണം കട്ടയ്ക്ക് നിൽക്കുകയാണ് വെളിച്ചെണ്ണ, കാരണം അത്രയ്ക്കും തണുപ്പാണ്. പിന്നെ ഞങ്ങൾ വേഗം കുളിച്ച് വന്നിട്ട് ഞങ്ങൾ ചോറൊക്കെ തിന്നു. ഇനിയിപ്പോൾ ഞങ്ങൾ വേഗം ഒരു 3 മണിയാകുമ്പോഴേക്കും ഞങ്ങൾ കട്ടിലിൽ കയറി കിടക്കും. കാരണം അപ്പോഴേക്ക് നല്ല തണുപ്പ് വരും. അപ്പോൾ പുതച്ച് മൂടി കിടക്കും. ഒന്നെങ്കിൽ ചിലപ്പം കല്യാണി ഉറങ്ങും, അല്ലെങ്കിൽ പിന്നെ അവൾ ടാബ് കണ്ടിരിക്കും, അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ വർത്താനം പറഞ്ഞിരിക്കും. പക്ഷേ തണുത്തിട്ട് വരച്ചിട്ട് നമുക്ക് താഴത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. ഇനി ബാക്കി എല്ലാ പരിപാടിയും രാത്രി 8 മണിക്കിട്ട് അല്ലെങ്കിൽ ഒരു 7:30 മണിക്ക്.
അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.